ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഹെയ് സ്ട്രീം ചാനലിലേക്ക് സ്വാഗതം. കേരള കാശ്മീർ റോഡ് ട്രിപ്പിൻ്റെ 2ാം ദിവസത്തെ മനോഹര കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. 1ാം ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് കൃഷ്ണഗിരിയിലെ ഈ കാണുന്ന ശ്രീ ദേവരാജ് ഹോട്ടലിലായിരുന്നു. രാവിലെ ഹോട്ടൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ താഴെയുള്ള തെരുവ് മുഴുവൻ പൂക്കച്ചവടക്കാരും പഴവിപണികളും പച്ചക്കറി കച്ചവടക്കാരെയും കൊണ്ട് സജീവമായിരുന്നു. ഈ തിരക്കിനിടയിൽ ഞങ്ങളുടെ 2ാം ദിവസത്തെ യാത്ര പതിയെ ആരംഭിച്ചു. വീണ്ടും ഹൈവേയിലേക്ക് പുതിയൊരു ദിവസത്തിൻ്റെ പുതിയൊരു യാത്ര. തമിഴ്നാട്ടിലെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ജില്ലയാണ് കൃഷ്ണഗിരി. തെക്കിൻ്റെ പ്രവേശന കവാടം എന്ന് വിളിക്കപ്പെടുന്ന ഈ ജില്ല കർണാടകയും ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്നു. മുന്നിലോട്ട് കാണുന്ന ഈ കുന്നുകൾ കറുത്ത ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് പ്രശസ്തം. ഇതാണ് കൃഷ്ണഗിരിക്ക് പേരായ കൃഷ്ണൻ കല്ലുകളുടെ നഗരം. ഇന്ത്യയിലെ പ്രമുഖ മാമ്പഴ ഉൽപാദന മേഖല കൂടിയാണ് കൃഷ്ണഗിരി. കൂടാതെ സിൽക്ക്, ഗ്രാനൈറ്റ്, പാൽ ഉൽപാദനം എന്നിവയാലും സമൃദ്ധമാണ്. കർണാടകയിൽ പ്രവേശിച്ച് പ്രഭാത ഭക്ഷണത്തിന് ഞങ്ങൾ നിർത്തിയത് ബോർഡറിൽ തന്നെയുള്ള ശ്രീനിധി വൈഭവയിലാണ്. ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക്. ബാംഗ്ലൂർ സിറ്റിയിൽ പ്രവേശിച്ചതോടെ ട്രാഫിക് കൂടിയായപ്പം യാത്ര അല്പം മന്ദഗതിയിലായി. മണിപ്പാൽ ഹോസ്പിറ്റൽ, L&T ബിൽഡിംഗ് സമുച്ചയങ്ങൾ, ഫിനിക്സ് മാൾ അവയെല്ലാം പിന്നിലാക്കി പതുക്കെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പം മുന്നിൽ ഓപ്പൺ ഹൈവേ ആണ്. റോഡിൽ തിരക്ക് കുറവാണ്. ഹൈവേകളിലൂടെ പോകുമ്പോൾ കണ്ണിൽ പതിയുന്ന മറ്റൊരു മനോഹര കാഴ്ച റോഡിൻ്റെ നടുവിൽ നട്ടിരിക്കുന്ന ഈ ചെടികളാണ്. ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ബൊഗൈൻവില്ലകളാണ്. പിങ്ക്, ഓറഞ്ച്, വയലറ്റ് നിറങ്ങൾ കൊണ്ട് ഹൈവേയിൽ തന്നെ കളർഫുള്ളാക്കുന്ന ചെടികൾ. വാഹനങ്ങളുടെ ഹൈ ബീമിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെ ഗ്ലയർ കുറയ്ക്കുന്നു, പൊടി തടയുന്നു. റോഡ് തണുപ്പായി സൂക്ഷിക്കാനും നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രീൻ സേഫ്റ്റി സിസ്റ്റമാണിത്. ഇരുവശവും കൃഷിത്തോട്ടങ്ങൾ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഉച്ചഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആദ്യ ഗ്രാൻഡ് ഹോട്ടലിൽ കുറച്ച് സമയം ചിലവഴിച്ചു. ഈ കുട്ടികൾക്കായി സ്ലൈഡുകളും കളിസ്ഥലവും ഉള്ളതിനാൽ നമ്മുടെ പൈതലും ഹാപ്പി. ദീർഘദൂര യാത്രയിൽ ഇതുപോലെ ചെറിയ ബ്രേക്കുകൾ സ്ട്രെസ് ഫ്രീ ആക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ കർണാടക ആന്ധ്ര ബോർഡറിലേക്ക് അടുക്കുന്നു. ഈ ട്രിപ്പിൻ്റെ 4ാമത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലേക്ക്.
കാണുന്നത് കിയ മോട്ടോഴ്സിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറിയാണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ പെനുഗോണ്ട എന്ന സ്ഥലത്ത് ഏകദേശം 600 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു. 2017 അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2019 ബൾക്ക് കാർ മാനുഫാക്ചറിംഗ് ആരംഭിച്ചു. ഏകദേശം 3 ലക്ഷം യൂണിറ്റുകളാണ് വാർഷിക ഉൽപ്പാദനശേഷി. നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ഇതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. സമയം ഏകദേശം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അസ്തമയ സൂര്യനെയും കണ്ടുകൊണ്ട് ഞങ്ങളുടെ 2ാം ദിവസത്തെ യാത്ര അവസാനിക്കുന്നു. തുടർന്നുള്ള യാത്രയുടെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.